ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചുക്കിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. നമ്മളൊരു രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് കുമരകത്തേക്കാണ്. അവിടെ റോയൽ റിവിയേറ എന്ന് പറയുന്ന ഒരു റിസോർട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ചുക്കി വാവയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത്. നമുക്കിവിടെ വീട്ടിൽ നിന്ന് ഒരു 1.25 മണിക്കൂറേ ഉള്ളൂ കുമരകത്തേക്ക്. അപ്പോൾ നമ്മളൊരു 8 മണി 8:15 കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഷാർപ്പ് ഒരു 9:30 ടൈമൊക്കെ ആയപ്പോഴേക്കും അവിടെ എത്തി. എന്ത് ഭംഗിയുള്ള പ്ലേസ് ആണെന്നറിയോ ഗൈസ്. വെറുതെ അല്ല ഇവിടെ ഇത്ര അധികം ആൾക്കാരൊക്കെ വരുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. അപ്പം നമ്മളിവിടെ എത്തിയപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മളാട്ടോ എത്തിയത്. കറക്റ്റ് നമ്മൾ 9:30 ഒക്കെ ആയപ്പോഴാണ് എത്തിയത്. ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് കുറേ ഫാമിലീസൊക്കെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ നോക്കി റിസപ്ഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ചെന്ന ഉടനെ തന്നെ നിമിഷ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കാണുന്നത് ചേച്ചീനെ. അപ്പോൾ സച്ചിക്ക് ചേച്ചി നീത ചേച്ചി പോയി വെൽക്കം ഡ്രിങ്ക് ഒക്കെ എടുത്തു കൊടുത്ത്. നല്ല ഗ്രേപ്പ് ജ്യൂസ് ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ നേരെ റൂമിലോട്ട് പോവാണ്. നമ്മളൊരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ 9:30 ടു വൈകിട്ട് 5 o'clock വരെയാണ് ഇവിടെ ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലെത്തി. റൂമിൽ നമുക്ക് ബാഗും സാധനങ്ങളൊക്കെ വെക്കാനും നമുക്ക് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈനിക്കുട്ടനുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടുകാരാണ്. അമ്മയുടെ ചേച്ചിമാരുടെ മക്കളൊക്കെയാണ്. നമ്മുടെ ചുക്കിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറയാം. കം ഈനു, ദിസ് ഈസ് ഈനു ആൻഡ് ദിസ് ഈസ് അമ്മാടി ആൻഡ് ശ്രീകുട്ടിനെ കാണിക്കാം. വല്യമ്മ ഈസ് ഹിയർ. നിമിഷേച്ചി മേക്കപ്പിലാണ് ഗൈസ്. ആൻഡ് കുഞ്ഞിലക്ഷ്മി കൈ കൂപ്പണാണ് ഇതാ. അപ്പോൾ വൈശാഖും ശ്രുതി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ വേറൊരു ചേച്ചിയുടെ മോനും വൈഫാണ്. പിന്നെ ഞാനും കുഞ്ഞിലക്ഷ്മിയും കുഞ്ഞിനെയൊക്കെ ഞാൻ മേക്കപ്പ് ഒന്ന് ചെയ്ത് സെറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് ഹൗസ് ബോട്ടിലോട്ടാണ്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ സൈഡിൽ തന്നെയാണ് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിന് പോവാം. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള ബലൂൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്കിനി വരുമ്പോൾ നേരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളൊരു യെല്ലോ തീമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ കളേഴ്സ് ബലൂൺസൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇവിടെ റിസോർട്ടിൻ്റെ താഴെ നമുക്കൊരു സെപ്പറേറ്റ് റൂം അവർ തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് വേറെ ഫംഗ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് കേക്ക് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കോറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യത്തെ നമ്മുടെ പരിപാടി ഹൗസ് ബോട്ടിൽ പോകുക എന്നുള്ളതാണ്. നമ്മൾ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോഴാണ് അവർ പറയുന്നത് വലിയ ഹൗസ് ബോട്ട് കണ്ടോ, അതിൽ കയറണമെങ്കിൽ നമ്മൾ മിനിമം ഒരു 20 പേരെങ്കിലും വേണം. 20 പേരെങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അല്ലാതെ അവർ ആ ബോട്ട് എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് അവർ സാധാരണ ഇവിടെ ചെറിയൊരു ഹൗസ് ബോട്ടുണ്ട്, നമുക്ക് അതിൽ പോവാം കേട്ടോ. പക്ഷെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി രസം ഉണ്ടായിരുന്നു ഇതിൽ പോകാനായിട്ട്. ഞങ്ങൾ ടോട്ടൽ ഒരു 10 പേരാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 10 പേർക്കൊക്കെ ഈ ബോട്ട് ഓക്കെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നല്ല രസമുണ്ട്. നമുക്ക് സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മളെല്ലാവരും അതിൽ കയറാൻ പോവാണ്. നേരെ കയറി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുക്കി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ നീതി ചേച്ചി, ചുക്കിയുടെ അമ്മയാണ്. ചേച്ചിയാണ് ഈ പരിപാടി എല്ലാം ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമ്മളിതാ പിള്ളേർ സെറ്റൊക്കെ നടുവിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവിടെ. പിന്നെ വലിയവർക്കൊക്കെ നമുക്കൊക്കെ ഇരിക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ട് തന്നെയായിരുന്നു. നമ്മൾ എവിടെ പോവാണ് ചുക്കി? ഇപ്പോൾ ബോട്ടിൽ പോവാണ്. അവിടെ പോയിരുന്നോ? സൺഗ്ലാസ് എവിടെ വെച്ചോ? യെസ്, എവിടെ ഇരുന്നോ? വീഴരുത്. അപ്പം നമ്മളിവിടെ കുമരകം ഹൗസ് ബോട്ടിലാണ്. നിമിഷ ചേച്ചിയും വല്യമ്മയൊക്കെ ഇരിപ്പുന്നുണ്ട്. ബാക്കിൽ വൈശാഖും ശ്രുതിച്ച്. മറ്റേത് ഹൗസ് ബോട്ട് ഓപ്പറേറ്ററാണ് കേട്ടോ. നമ്മളിങ്ങനെ നന്നേക്കുന്നത്. അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോവും. ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യും. അത്രേ ഉള്ളൂ ഗൈസ്.
വാവ്, നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചി കാണാൻ. പോടാ സച്ചു കുഞ്ഞി. നമ്മുടെ സ്ഥലം പോയി. ഇതെന്ത് പൂവിന്റെ കൃഷിയാണോ ഇത്? ദാ ഈ സൈഡിൽ കാണുന്നതൊക്കെ ഓരോ കുട്ടി കുട്ടി റിസോർട്ടുകളാണ്. ഭയങ്കര ഭംഗിയാട്ടോ കാണാനായിട്ട്. ഒരു ദിവസമെങ്കിലും അവിടെ നമ്മൾ സ്റ്റേ ചെയ്യണം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഈ ആയുർവേദ ചികിത്സ അതൊക്കെ ഉണ്ട്, മസാജിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. പിന്നെ നമ്മളിനി ഫോട്ടോഷൂട്ടിൻ്റെ ടൈമാണ് കേട്ടോ ഇത്. നല്ല വെളിച്ചമായിരുന്നു, നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഫോട്ടോഷൂട്ടിലേക്ക് കിടക്കാം. അങ്ങനെ 1 hour ആയിരുന്നു നമ്മളുടെ ബോട്ടിങ്ങിൻ്റെ ടൈം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവർക്കും, ഇവിടെയുള്ള എല്ലാവർക്കും എൻ്റെ വ്ളോഗിൽ വരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ ഇവരെയൊക്കെ വ്ളോഗിലിടുന്നു കേട്ടൊക്കെ പേടിച്ച് ഓടിയൊക്കെയാണ് പോകുന്നത്. നീ അങ്ങനെങ്കിലും എൻ്റെ വ്ളോഗിൽ വായ തുറന്നല്ലോ. ഗൈസ്, അപ്പം നമ്മൾ റൂമിൽ പോവാണ് ചിക്കിൻ്റെ ഡ്രസ്സ് മാറ്റിക്കാനായിട്ട്. Where is our room? There. 103. Yes. Yes. എന്തേച്ചി? അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഗേളിനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഹെയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാനാണ് ഈ ഫേസിലെ സ്റ്റിക്കേഴ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തത്. അപ്പം എന്താ നമ്മൾ കേക്ക് കട്ടിങ്ങിന് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആളുടെ നല്ല അടിപൊളിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ 11 മണി ആയിട്ടുള്ളൂ ഗൈസ്. പക്ഷെ നല്ല ഭയങ്കര വെയിലാണ്. ചുക്കിക്കുള്ള ഗിഫ്റ്റാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് തരാം കേട്ടോ. ഓക്കെ ഓക്കെ, അവിടെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങിന് കിട്ടിയേക്കുന്ന റൂം. നമ്മളിതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബലൂൺസും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും വന്നു കേട്ടോ. റൂമിൽ എല്ലാവരും വന്നിരിപ്പുണ്ട്. നല്ല ചൂടാണ് കേട്ടോ പുറത്ത്. ഇപ്പോൾ സമയം ഒരു ഏകദേശം 11:30 ആയി. നമ്മളപ്പോൾ ഒരു 12:30 നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതാ ചുക്കി ഒഫീഷ്യലി കേക്കൊക്കെ കൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ചുക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. അവിടെ നിന്നോ. To you, birthday Veda.
ബർത്ത്ഡേ ടു ഡിയർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. കട്ട്. ആ ഓക്കെ. ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു ദ. അതില ചേച്ചിക്ക് കൊടുക്ക്, ചേച്ചിക്ക് കൊടുക്ക്. അപ്പോൾ കേക്ക് കട്ടിംഗ് ഒക്കെ ഏകദേശം അവസാനിച്ചു. നമ്മളിനി ഫാമിലി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ ഫാമിലി, ചുക്കിയുടെ ഫാമിലി കേട്ടോ. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ചെറിയ കേക്കാണ് വാങ്ങിച്ചത്. എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാൻ പാകത്തിന്. പിന്നെ ഇതാണ് നമ്മുടെ 3 പേരുടെയും ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തു. വേഗം ചെന്ന് ഞങ്ങൾ നോക്കിയിട്ടോ എങ്ങനെയുണ്ടെന്നൊക്കെ. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു. ഞാനത് പറ്റി അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പാട്ടും ഡാൻസൊക്കെ കഴിച്ച് ഏകദേശം സമയം ഫുഡ് കഴിക്കാറായി. ഇപ്പോൾ സമയം ഏകദേശം 1 മണി കഴിഞ്ഞിട്ടോ. നമുക്കുള്ള ലഞ്ച് അവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഔട്ട്ഡോർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ നമ്മൾ ഇൻടാക്സ് ക്യാമറ ഉണ്ടായിരുന്നു ശ്രീകുട്ടിയുടെയിൽ. അതിലാണ് ഗൈസ് എടുത്ത് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി മെമ്മറീസ്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ക്ലിയർ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഡ്രസ് ഇട്ടിട്ട് ഭയങ്കര ഇറിറ്റേഷൻസ് ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ ആൾ പോയി ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ നേരെ ലഞ്ച് കഴിക്കാൻ കയറാൻ നിൽക്കുവാണ്. കുറച്ച് ടൈം വെയിറ്റ് ചെയ്തു, കാരണം പെട്ടെന്ന് അവർക്ക് എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചധികം നേരം പുറത്ത് പോസ്റ്റ് ആയിപ്പോയി. അങ്ങനെ നമ്മളിതാ ഒഫീഷ്യലി ലഞ്ച് കഴിക്കാൻ കയറുവാണ്. എങ്ങോട്ട് അവിടെയാണോ? ഇതൊക്കെ ഇവളിടും. No, that's for girls. So
നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട്. ഇച്ചിരി ലേറ്റായി ഫുഡ് കിട്ടാനായിട്ട്. എനിവേസ് നമുക്ക് ചിക്കി ബാത്റൂമിൽ പോവാണ്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് നമ്മളുടെ മെയിൻ ഡിഷസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഫുഡല്ലേ ഇഷ്ടം? സൂപ്പർ കറികളുണ്ട്. നമ്മൾക്ക് ഫസ്റ്റ് ചിക്കൻ നോക്കാം. ഫിഷ് നെയ്മീനാണ് ഗൈസ്. അടിപൊളി. സാമ്പാർ ഇല്ല ചില തോരൻ അടിപൊളി. അവിയൽ ഏറ്റവും സൂപ്പർ. അപ്പോൾ നമ്മൾ നേരെ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി നമുക്ക് പൂളിൽ പോവാം. അപ്പം നമുക്ക് എറൗണ്ട് അത്യാവശ്യം നല്ലൊരു ടൈമുണ്ട് പൂളിൽ സ്പെൻഡ് ചെയ്യാനായിട്ട്. മുകളിൽ കെട്ടി വെച്ച് സെറ്റായിട്ടുണ്ട്. ചേച്ചിക്ക് ഉറക്കം വരുന്നുണ്ടെന്നാണ്. ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഇവിടെ ശ്രീകുട്ടി പ്ലീസ് ലുക്ക് അറ്റ് ദിസ് സൈഡ്. അപ്പം നമ്മൾ പൂളിൽ ഇറങ്ങാൻ പോവാണ്. ഗൈസ് അപ്പം നമ്മൾ വെളിച്ചം പൂളിലിടാനുള്ള ഡ്രസ്സ് എടുത്തില്ല. പൂളിലിറങ്ങാൻ പോണ ഞാൻ അവിടെ വെച്ചു. ഇത് കുട്ടികളുടെയാ. ഞാൻ പഠിച്ചു. അയ്യോ ഹലോ നീന്തി കുഞ്ഞാന്ന് എന്താണ് പറയാനുള്ളത് ഈ നിമിഷം? അടിപൊളിയാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വിത്ത് ഫേവറേറ്റ് കസിൻസ്. വെളിച്ചം വരുന്നുണ്ട്. വലിയ അപ്പം നമ്മൾ കഴിഞ്ഞു. ഇപ്പം ഒരു ചേച്ചി ഇപ്പം വരും. അങ്ങനെ പൂളിൽ നമ്മളൊരു 3 hours സ്പെൻഡ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഫേസൊക്കെ ഭയങ്കര ടാനായിട്ട് ആകെ മൊത്തത്തിൽ കരിവാളിച്ചു പോയി. പോവാണ് ഓൾമോസ്റ്റ് സ്വിമ്മിംഗ് പൂളിൽ നിന്നൊക്കെ കയറി വന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിച്ചു. പഴംപൊരിയും കേക്കുമാണ് ഗൈസ് നമുക്ക് വൈകിട്ടത്തെ ടീയുടെ കൂടെ ഉണ്ടായത്. പിന്നെ നീതി ചേച്ചി സെറ്റായി വന്നിട്ടുണ്ട്. ചേച്ചി അത് കുഴപ്പമില്ല. ഫ്രീ എന്നിട്ട് പെഡൽ ബോട്ടോ, പെഡൽ ബോട്ടിൽ നമുക്ക് പോവാം. നമ്മളപ്പോൾ ഇതിൽ ഫോട്ടോ എടുക്കാൻ പോവാണ്. ഇൻസ്റ്റാക്സ് അങ്ങനെ കേട്ടോ പേര്, ഇൻസ്റ്റാക്സ്. അപ്പം നമുക്ക് ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ ഓക്കെ എന്നാ സജ്ജു എടുത്തോ.
ഇതിലെ എടുത്ത ഫോട്ടോസൊക്കെ ശ്രീകുട്ടി കൊണ്ടുപോയിട്ട് അവൾ നമുക്ക് തന്നില്ല, അവൾക്ക് എടുത്തു വെക്കണം എന്നും പറഞ്ഞു കൊണ്ടുപോയി. 90 സെക്കൻഡുകൾക്കുള്ളിൽ 1.5 മിനിറ്റ്സുകൾക്കുള്ളിൽ നമ്മൾ അവിടെ തൊടരുത്. വെള്ളപ്പാറ്റോ അത് വരുമോ? അത് തെളിഞ്ഞു വരണുള്ളൂ. വെക്കട്ടെ. 5 മണി 5:30 ഉള്ളിൽ നമ്മൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ കുട്ടി കുട്ടി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഐഡിയിലാണോ അടുത്ത പലക്കം ഫോട്ടോ? ആരാണത്? അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും പല പല വഴികൾക്കായിട്ട് തിരിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലി കുട്ടി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്ത് ചേച്ചിക്കും താങ്ക് യു. ചിക്കുയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. വിഷിങ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പോൾ ടാറ്റ ബൈ ബൈ. അപ്പോൾ എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.